പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. റൂട്ട് വേർഡ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ചെത്തിപ്പൂക്കൾ കണ്ടിട്ടില്ലേ? ചെത്തിയുടെ ഇംഗ്ലീഷ് പേരാണ് ജംഗിൾ ജെറേനിയം. അതിൻ്റെ ശാസ്ത്രനാമം ഇക്സോറ കൊക്കീനിയ. അതേപോലെയാണ് ഇംഗ്ലീഷ് വേർഡ്സ്. ഒറ്റ റൂട്ട് വേർഡിൽ നിന്ന് ധാരാളം വാക്കുകൾ ഉണ്ടാകുന്നു. ഇംഗ്ലീഷിലെ പല വാക്കുകളുടെ അടിസ്ഥാനം റൂട്ട് വേർഡുകളാണ്. അവയെ മനസ്സിലാക്കുന്നത് നിങ്ങളുടെ വൊക്കാബുലറിയെ ഗണ്യമായി വികസിപ്പിക്കും. ഇങ്ങനത്തെ ഒരു റൂട്ട് വേർഡിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് നമ്മൾ എടുക്കുന്നത് എല്ലാവർക്കും കേട്ടും കണ്ടും അറിയാവുന്ന ഫോം എന്ന വാക്കാണ്. ഫോം എന്ന വാക്ക് പല ഇംഗ്ലീഷ് പദങ്ങൾക്കും ഒരു റൂട്ടായിരിക്കുന്നു. ഓരോന്നിനും അതിൻ്റേതായ അർത്ഥവുമുണ്ട്. എത്ര വാക്കുകൾ കാണുമെന്ന് ഒന്ന് ഗസ് ചെയ്യൂ. നിങ്ങൾ ശരിയാണോ എന്ന് വീഡിയോ മുഴുവനായി കണ്ട ശേഷം തീരുമാനിക്കുക. 1. ഫോം. എന്തിൻ്റെയെങ്കിലും ആകൃതി, ഘടന അല്ലെങ്കിൽ രൂപം. ഷേപ്പ്, സ്ട്രക്ചർ ഓർ അപ്പിയറൻസ് ഓഫ് സംതിങ്. പൂരിപ്പിക്കേണ്ട ഇടമുള്ള ഡോക്യുമെൻറ്റിനെയും ഫോം എന്ന് പറയുന്നു. എക്സാമ്പിൾ: പ്ലീസ് ഫിൽ അപ്പ് ദ ഫോം ബിഫോർ യു സബ്മിറ്റ്. 2. ഫോർമൽ. സ്ഥാപിത നിയമങ്ങൾ, ആചാരങ്ങൾ, മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനാണ്. പലപ്പോഴും ഇവ സംഭവങ്ങൾ, ഭാഷകൾ, വസ്ത്രധാരണ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. Adhering to established rules, customs or standards relates to events, language or dress. Example: the event requires formal attire. അറ്റയറിൻ്റെ അർത്ഥം വസ്ത്രധാരണം എന്നാണ്. 3. ഫോർമേഷൻ. എന്തെങ്കിലും രൂപീകരിക്കുന്നതിനോ ക്രമീകരിക്കുന്നതിനോ ഉള്ള പ്രവർത്തനം. ദ ആക്ട് ഓഫ് ഫോമിംഗ് ഓർ അറേഞ്ചിങ് സംതിങ്. എക്സാമ്പിൾ: ദ സോൾജേഴ്സ് സ്റ്റുഡ് ഇൻ പെർഫെക്റ്റ് ഫോർമേഷൻ ഡ്യൂറിങ് ദ പരേഡ്. 4. ഫോർമേറ്റീവ്. റിലേറ്റിംഗ് ടു ദ ഡെവലപ്മെൻറ്റ് ഓർ ഗ്രോത്ത്. വികസനം അല്ലെങ്കിൽ വളർച്ചയുമായി ബന്ധപ്പെട്ടത്. എക്സാമ്പിൾ: ദ ഫോർമേറ്റീവ് ഇയേഴ്സ് ഓഫ് എ ചൈൽഡ്സ് ലൈഫ് ആർ ക്രൂഷ്യൽ ഫോർ ദെയർ ഡെവലപ്മെൻറ്റ്. 5. ഫോർമുല. ഒരു കൂട്ടം നിയമങ്ങൾ. സെറ്റ് ഓഫ് റൂൾസ്. ചിഹ്നങ്ങളിൽ പ്രകടിപ്പിക്കുന്ന ഗണിത ബന്ധങ്ങൾ. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻസ്. എക്സാമ്പിൾ: a plus b the whole squared is equal to a squared plus 2ab plus b squared. 6. റിഫോം. മെച്ചപ്പെടുത്തുന്നതിനായി എന്തെങ്കിലും മാറ്റം വരുത്തുന്നതിന്. ടു മേക്ക് ചേഞ്ചസ് ഇൻ സംതിങ് ഫോർ ഇംപ്രൂവ്മെൻറ്റ്. എക്സാമ്പിൾ: ദ ഓർഗനൈസേഷൻ ഇംപ്ലിമെൻറ്റഡ് എ പ്ലാൻ ടു റിഫോം ഇറ്റ്സ് പോളിസീസ്. 7. ഫോർമുലേറ്റ്. ഒരു പദ്ധതിയോ ആശയമോ സൃഷ്ടിക്കുകയോ രൂപപ്പെടുത്തുകയോ ചെയ്യുക. ടു ക്രിയേറ്റ് ഓർ ഡിവൈസ് എ പ്ലാൻ ഓർ ഐഡിയ. എക്സാമ്പിൾ: ദ കമ്പനി നീഡ്സ് ടു ഫോർമുലേറ്റ് എ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി. 8. ഫോർമലൈസ്. എന്തെങ്കിലും ഔദ്യോഗികമോ വ്യവസ്ഥാപിതമോ ആക്കാൻ. ടു മേക്ക് സംതിങ് ഒഫീഷ്യൽ ഓർ സിസ്റ്റമാറ്റിക്. Example: the company decided to formalize the new procedure to ensure consistency in all departments. 9. ഇൻഫോം. ആർക്കെങ്കിലും അറിവോ വിവരമോ നൽകാൻ. To provide knowledge or information to someone. Example: this letter is to inform the public about the epidemic. 10. കൺഫോം. നിയമങ്ങൾക്കും മാനദണ്ഡങ്ങൾക്കും അനുസൃതമായി. ടു ആക്ട് ഇൻ അക്കോർഡൻസ് വിത്ത് റൂൾസ് ആൻഡ് സ്റ്റാൻഡേർഡ്സ്. എക്സാമ്പിൾ: ദേ ഫെയിൽ ടു കൺഫോം ടു ദ റെഗുലേഷൻസ്. 10 വാക്കുവരെ ഊഹിച്ചവർക്ക് തെറ്റി. ഇനിയുമുണ്ട് വാക്കുകൾ. 11. ട്രാൻസ്ഫോം. എന്തിൻ്റെയെങ്കിലും രൂപമോ സ്വഭാവമോ മാറ്റാൻ. To change the form
appearance or nature of something. Example, the old factory has been transformed into an art gallery. 12. യൂണിഫോം, ഒരേ രൂപത്തിലുള്ള വസ്ത്രധാരണം. Having the same form or appearance often refers to clothing. Example, she was in school uniform. ഒരു കാര്യം മനസ്സിലായില്ലേ? ഒരു റൂട്ട് വേർഡിൽ നിന്ന് നിരവധി വാക്കുകൾ ഉണ്ടാക്കുന്നുവെന്ന്. ഇനിയും വാക്കുകളുണ്ട്, ഫോം, ഫോർമർ എന്നിങ്ങനെ. വൊക്കാബുലറി ഡെവലപ്മെൻറ്റിന് റൂട്ട് വേർഡിൻ്റെ പഠനം വളരെ സഹായകരമാണ്. നമ്മൾ തമാശയ്ക്ക് പറയില്ലേ, ചായയ്ക്ക് പാല് അല്പം കൂടിയാലും പഞ്ചസാര കുറയരുതെന്ന്. അതേ കാര്യമാണ് വൊക്കാബുലറിയും ഗ്രാമറും ഇംഗ്ലീഷിൽ. വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.